അടുത്തത് എമേർജിങ് ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ്. അന്താരാഷ്ട്ര മാർക്കറ്റിങ്ങിൽ നിന്നുള്ള ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇന്നത്തെ ചില ട്രെൻഡുകൾ. ആ ട്രെൻഡ് തന്നെയാണ് പ്രശ്നം. ഒന്ന്, അഡൾട്ടറേഷൻ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകൾ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ബിലോ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റുകളും സർവീസുകളും ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വലിയൊരു പ്രശ്നമാണ് അത്. കൺസ്യൂമേഴ്സിൻ്റെ ഹെൽത്തിനും പ്രശ്നം ഉണ്ടാക്കുന്ന, അവർക്ക് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നില്ല. ചൈനയിൽ നിന്നൊക്കെ വളരെ ലോക്കൽ പ്രൊഡക്റ്റ് ഇങ്ങോട്ട് ഇറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. രണ്ടാമത്തെ, വളരെ മോശമായ അഡ്വർടൈസ്മെൻറ്റ്. മോശമായ അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞാൽ ഇല്ലാത്ത വാഗ്ദാനങ്ങളൊക്കെ ക്ലെയിം ചെയ്തിട്ട് ഫാൾസായ ക്ലെയിംസും പ്രോമിസും വെച്ചിട്ട് പിന്നെ അഡ്വർടൈസ്മെൻറ്റ് നടത്തിയിട്ട് ആളുകളെ പറ്റിച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ വളരെ വൾഗറായിട്ട് കുട്ടികൾക്കൊന്നും കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് എടുക്കുന്ന, ഇങ്ങനെ മോശം അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന ഒരു പ്രശ്നം ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിലുള്ള നിലവിലുള്ള ട്രെൻഡ് അല്ലെങ്കിൽ അതിൻ്റെ ഇഷ്യൂസുകളാണ്. അത് ലോ സാലറി ടു ദ എംപ്ലോയീസ്. ചില ഇൻ്റർനാഷണൽ ഫേമുകൾ അവരുടെ എംപ്ലോയീസിന് കൃത്യമായ സാലറി കൊടുക്കുന്നില്ല. അപ്പോൾ സർവീസിൻ്റെ എക്സ്പോർട്ടിങ്ങിന്, സർവീസിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിനെ അത് ഇന്ന് ബാധിക്കുന്നൊരു പ്രശ്നമാണ്. നമുക്കറിയാം, ഗൾഫിലൊക്കെ പോയിട്ട് മാസങ്ങളോളം ശമ്പളം കിട്ടാത്ത ആളുകൾ, പുവർ വർക്കിംഗ് കണ്ടീഷൻ, സാധുക്കളായ എംപ്ലോയീസിനെ കൊണ്ടുവന്നിട്ട് നല്ലൊരു ഹെൽത്തി ആയ പൊല്യൂഷനൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ പലരും കൊടുക്കുന്നില്ല. പല ഫാക്ടറികളും ഒരു സേഫായിട്ട് അൺസേഫ് വർക്കിംഗ് കണ്ടീഷനാണ് പലയിടത്തുള്ളത്. പിന്നെ ചിലയിടത്തൊരു ടീം സ്പിരിറ്റ് ഉണ്ടാവില്ല. അങ്ങനെ ചില പ്രശ്നങ്ങൾ. ടാക്സ് ഇവേഷൻ, പലരും ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ പ്രൈസിങ് പോലത്തെ മെത്തേഡുകളൊക്കെ നടത്തിയിട്ട് നമ്മൾ മറ്റു രാജ്യത്തേക്ക് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ അവിടെയുള്ള ടാക്സിന് വെട്ടിക്കാൻ പല ഉടായ്പകളും നടത്തിയിട്ട് ഒരു അൺഫെയർ കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും ഡൊമസ്റ്റിക് കമ്പനികൾക്ക് അത് വലിയൊരു പ്രയാസമാവുന്നുണ്ട്. അതുപോലെ തന്നെ പൊല്യൂഷൻ. പല MNCകളുടെ ലക്ഷ്യം വിദേശ രാജ്യത്തിലേക്ക് മാർക്കറ്റിംഗ് നടത്തിയിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. ആ രാജ്യത്തെ ക്ലൈമറ്റ് പൊല്യൂട്ട് ആവുന്നുള്ള ചിന്തയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ റിസോഴ്സിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് അവിടെ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം, ഇവിടെ പ്ലാച്ചിമട കൊക്കക്കോള കമ്പനീൻ്റെയൊക്കെ കേസ് ഇഷ്യൂസിലേക്ക് ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല. എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ. പിന്നെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ പോയിട്ട് ഡെവലപ്ഡ് കൺട്രീസ് വലിയ ഫാക്ടറികളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ റിസോഴ്സിനെ മുഴുവൻ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലേ ഉദ്ദേശം അവരുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാന്നേ ഉള്ളൂ. ഇവരെ മാക്സിമം ചൂഷണം ചെയ്തിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അവരുടെ റിസോഴ്സ് മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്ന ഇന്ത്യക്കൊരു കാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ സേഫായി വരുന്നുണ്ട്. ഇതൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിൽ നിലവിലുള്ള ട്രെൻഡ് അല്ലെങ്കിൽ ഇഷ്യൂസാണ്. ഇനി മൾട്ടി നാഷണൽ മാർക്കറ്റിങ്ങും ഗ്ലോബൽ മാർക്കറ്റിങ്ങും, ആ പേരിൽ തന്നെ അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. മുമ്പൊരിക്കൽ നമ്മൾ ഇതുപോലത്തെ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. മൾട്ടി നാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ മാർക്കറ്റും വേറെ വേറെ ആയിട്ട് തന്നെ കാണാം. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ചൈനയിലേക്ക് പ്രൊഡക്റ്റ് ഇവിടുന്ന് കൊടുത്തയക്കുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നുണ്ട്, ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകുന്നുണ്ട്, പിന്നെ ന്യൂസിലാൻഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓരോ നാട്ടിലേക്കും അവിടത്തേക്ക് വേണ്ട പ്രത്യേക ടൈപ്പ് പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നു, അവർക്ക് വേണ്ട പ്രത്യേക അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നു. ഇങ്ങനെ ഓരോ മാർക്കറ്റിനും സെപ്പറേറ്റ് ആയിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പ്രൊഡക്റ്റുകൾ ഡിഫറൻസ് ഉണ്ടാകും, പിന്നെ അതുപോലെ അവർക്കുള്ള അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാകും, അതുപോലെ നമ്മൾ പ്രത്യേക മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അങ്ങനെ പലതും ആണ് ചെയ്യുക. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റിംഗ് അങ്ങനെയല്ല. ഒരൊറ്റ പ്രൊഡക്റ്റ് ഇന്ത്യൻ ഗ്ലോബൽ മൊത്തം ഒറ്റ മാർക്കറ്റായിട്ട് നമ്മൾ കാണാം. അവിടുത്തെ ബയേഴ്സിൻ്റെയൊക്കെ ഒറ്റ സ്വഭാവമായിട്ട് കണ്ടിട്ട് നമ്മൾ എല്ലാവർക്കും സെയിം ഗുഡ്സ് ആൻഡ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എല്ലാവർക്കും സെയിം അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്. പിന്നെ കമ്പനിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാവും, അവർ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സെറ്റ് ചെയ്തിട്ട് അതാണ് എല്ലായിടത്തേക്കും അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ നമ്മളെ പിന്നെ മൾട്ടിനാഷണൽ മാർക്കറ്റിംഗിൽ അങ്ങനെയല്ല. പോയോ? മൾട്ടിനാഷണൽ മാർക്കറ്റിങ്ങിൽ പിന്നെ ഓരോ മാർക്കറ്റിനും അതിൻ്റേതായ പ്രത്യേക ബ്രാഞ്ചുകൾ ഉണ്ടാവും. ആ മാർക്കറ്റിലേക്ക് വേണ്ട പ്രൊഡക്റ്റും ആ മാർക്കറ്റിലേക്ക് വേണ്ട അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് സ്ട്രാറ്റജിക്ക് ഡിസൈൻ ചെയ്ത് അവനാണ്. നെക്സ്റ്റ് ഒരു പക്ഷേ എക്സാമിന് വരാവുന്നൊരു ചോദ്യമാണ്, IT-യുടെ ഇൻഫർമേഷൻ ടെക്നോളജി വരുന്നതിലൂടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? നമുക്കറിയാം, പഴയ കാലത്ത് നമുക്കൊരു അന്താരാഷ്ട്ര പ്രൊഡക്റ്റ് വേണമെങ്കിൽ അവിടെ പോയി വാങ്ങണം, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു പ്രൊഡക്റ്റ് നമുക്ക് പിന്നെ മറ്റൊരു രാജ്യത്തുകൊണ്ട് വിൽക്കണമെങ്കിൽ അതും കപ്പലിലേക്ക് നമ്മൾ പോകണം. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. IT വന്നതോടുകൂടി കമ്മ്യൂണിക്കേഷൻ ചാനൽ ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് വിദേശത്ത് എവിടെയോ കിടക്കുന്ന ഒരു നമ്മളെ കസ്റ്റമർക്ക് നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കാനും പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി അറിയിക്കാനും വളരെ സിമ്പിളാണ്. നമ്മളൊരു ആമസോണിലോ ഏതെങ്കിലും ഒരു സൈറ്റിൽ നമ്മളെ പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. കമ്മ്യൂണിക്കേഷൻ സിമ്പിളാണ്.
അതുപോലെ തന്നെ ഫോൺ ചെയ്തിട്ടോ മെയിലോ അങ്ങനെയായിട്ട് കസ്റ്റമേഴ്സിന് നമ്മളോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ട്രാൻസാക്ഷണൽ ചാനൽ, ഇനി ക്യാഷ് അയക്കാൻ, പണം അയക്കാൻ, പണം കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ബാങ്കിങ് സമ്പ്രദായം അന്താരാഷ്ട്ര നിലയിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു IT വന്നതുകൊണ്ട് സിമ്പിൾ നമ്മൾ ഇവിടുന്ന് ക്യാഷ് അയക്കലോടുകൂടി അവരെ അക്കൗണ്ടിൽ പൈസ എത്തി അവരിങ്ങോട്ട് അയക്കലോടും ട്രാൻസാക്ഷൻ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇന്ന് അധികം പറയേണ്ടതില്ല, കാരണം IT വികസിച്ചിട്ട് ഇതൊക്കെ ഒരു കോമൺ ആയിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ്റെ ചാനലും ഒരു നിസാര ക്യാഷിന് വളരെ സിമ്പിളായിട്ട് ഒരു അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് നമുക്ക് പ്രൊഡക്റ്റ് അങ്ങോട്ട് കൊടുത്തേക്കാനും അവിടുന്ന് ഇങ്ങോട്ട് കിട്ടാനും ഡിസ്ട്രിബ്യൂഷനൊക്കെ വളരെ സിമ്പിളാണ്. അതൊക്കെ ഇൻഫർമേഷൻ കൊണ്ട് തന്നെയാണ്. കാരണം ഇൻഫർമേഷൻ്റെ ആ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ട്, ആ ഒരു ഇൻഫർമേഷൻ്റെ ആ ഒരു പാസിങ് സ്പീഡ് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ചൈനയിലത്തെ ഒരു പ്രൊഡക്റ്റ് ഒറ്റ ക്ലിക്കിൽ ഒരാഴ്ച കൊണ്ട് നമ്മളെ കയ്യിൽ ആ പ്രൊഡക്റ്റ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം അഡ്വർടൈസ്മെൻറ്റ് വരെ ഇപ്പം വെബിലൂടെയാണ്. പരസ്യമൊക്കെ പഴയതുപോലെ മൈക്ക് കെട്ടി പറയോ ന്യൂസ് പേപ്പർ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ലല്ലോ. ഒക്കെ നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ തന്നെ അഡ്വർടൈസ്മെൻറ്റൊക്കെ. അതുകൊണ്ട് തന്നെ പല അഡ്വർടൈസ്മെൻറ്റിൻ്റെയും പ്രൊഡക്റ്റുകൾ സെൻഡ് ചെയ്യുന്നതിൻ്റെയും ക്യാഷ് ഹാൻഡ്ലിങ്ങിൻ്റെയൊക്കെ കോസ്റ്റുകൾ കുറഞ്ഞിട്ടുണ്ട്. ഇതോടെ ഈ ഒരു യൂണിറ്റ് അവസാനിച്ചു. കുറച്ച് പ്രധാനപ്പെട്ട 1-2 പോയിൻറ്റ്സാണ് ഇതിൽ പറഞ്ഞത്. ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിലെ ഇഷ്യൂസ്, മൾട്ടിനാഷണൽ ഗ്ലോബൽ മാർക്കറ്റിനുള്ള ഡിഫറൻസും, പിന്നെ IT-ൻ്റെ ഇമ്പാക്റ്റ്, ഡെവലപ്മെൻറ്റ് ഇമ്പാക്റ്റ്.